നമസ്കാരം. നമസ്കാരം. പിണറായി വിജയൻ ഇപ്പോൾ കണ്ടക ശനിയാണ്, ജ്യോതിഷപ്രകാരം ശനിദശയാണ് എന്ന് തോന്നുന്നു. എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ഏതാണ്, അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം വിലയിരുത്തേണ്ട കാര്യങ്ങളൊന്നുമല്ല രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. എങ്കിലും ഒന്ന് പറയുന്നു, സാമാന്യനെ പിണറായി വിജയൻ കഷ്ടകാലത്തിലൂടെ കടന്നു പോകുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിദയനീയമായി അദ്ദേഹം തോറ്റു. മുമ്പുള്ള പഞ്ചായത്ത് ഇലക്ഷൻ തോൽക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തോക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായ വിജയം UDF നേടുന്നു. ഇവർ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, എങ്കിലും പേരിന് ഒരു സീറ്റ് കിട്ടി എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയാവുന്നൊരു വസ്തുത. ഇതെല്ലാം കഴിഞ്ഞ് 2026 3.0 ആവർത്തിച്ച് ഭരണത്തിലെത്താമെന്ന് കണക്കാക്കി പിണറായി വിജയൻ പുതിയ മുഖ്യമന്ത്രി കുപ്പായമെല്ലാം അടിച്ച് കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് തലയിൽ വെള്ളിടി വീഴുന്ന പോലെ ആ തിരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം വരുന്നത്. ദയനീയമായ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രത്തോളം ദയനീയമായ ഒരു പരാജയം CPM ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കേവലം 35 സീറ്റിലേക്ക് ഒതുങ്ങി പോകുന്നു ഇടതുപക്ഷം. അപ്പോൾ അത്ര ദയനീയമായൊരു തോൽവി പറ്റി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറുന്നു. 10 വർഷക്കാലം കേരളത്തെ അടക്കി ഭരിച്ച CPM എന്ന പാർട്ടിയെയും ഭരണത്തെയും കയ്യിൽ കൊണ്ടു നടന്ന പിണറായി വിജയൻ എന്ന ഏകഛത്രാധിപതി, പാർട്ടിയിലെ മുടിചൂടാമന്നൻ, കാരണഭൂതൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ ശുഭകരമായി തീരുന്നില്ല, അതിനൊന്നും ഒരു പര്യവസാനം വരുന്നില്ല. പാർട്ടിയുടെ പരാജയത്തിന് കാരണം, ഇതുപോലെ നാണം കെട്ട് നാറിയ ഒരു പരാജയത്തിന് കാരണം എന്താണെന്നുള്ളത് പാർട്ടിയുടെ താഴെത്തട്ടിൽ മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി വരെ കുലംകുലുഷമായി എന്ന് വേണമെന്നുണ്ടെങ്കിൽ ആലങ്കാരികമായ ഭാഷയിൽ നമുക്ക് പറയാം, കുലംകുഷമായി അവർ ആലോചിക്കുന്നു ഈ പാർട്ടിക്ക് എന്താണ് പറ്റിയത്. അപ്പോൾ ബ്രാഞ്ച് തലം മുതൽ കേന്ദ്രസമിതി വരെ കണ്ടെത്തിയൊരു കാര്യം, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിരക്കാത്ത രീതിയിൽ പാർട്ടിയുടെ നേതാക്കന്മാർ ജീവിതശൈലി രൂപീകരിച്ചു, പെരുമാറ്റ ശൈലി രൂപീകരിച്ചു. അവരുടെ ജനങ്ങളോടുള്ള സംസാരത്തിലും പെരുമാറ്റ രീതികളിലും വളരെ അകലം വന്നു. സംസാര ഭാഷയ്ക്ക് ശുദ്ധിയില്ലാതെയായി. ഇതുപോലെ പല കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ജീവിതചര്യകൾക്ക് നിരക്കാത്ത രീതിയിലുള്ള പെരുമാറ്റ രീതികളും ജീവിത രീതികളും സംഭാഷണ രീതികളൊക്കെയാണ് ജനങ്ങളിൽ നിന്ന് അകറ്റിയത്. അതിന് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇന്ന ആൾക്കാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ കമ്മിറ്റികളും പറഞ്ഞത്, ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ. ഇവർക്ക് തന്നെയാണ് ഈ പാർട്ടിയുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം എന്നാണ് ബ്രാഞ്ച് തലം മുതൽ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ അവലോകനമുണ്ടായത്. സംസ്ഥാന കമ്മിറ്റിയിൽ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തിരുത്തേണ്ടവർ തിരുത്തും, യഥാസമയം ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വിശ്വാസ്യത വീണ്ടെടുത്ത് വീണ്ടും LDF ഭരണം തിരിച്ചു പിടിക്കും എന്നൊക്കെയുള്ള വലിയ വലിയ തിട്ടൂരങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന സമിതി ചേർന്ന് കഴിഞ്ഞപ്പോൾ വലിയ വലിയ വെട്ടിത്തിരുത്തലുകൾ അവിടെ നടന്നു. എന്നും തിരുത്തലിൻ്റെ പാർട്ടിയാണല്ലോ ഈ പാർട്ടി. അതായത് നേതാക്കൾക്ക് തെറ്റുപറ്റി അപഭ്രംശം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ വെട്ടിത്തിരുത്തി. പിണറായി വിജയൻ്റെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനും തന്നെയാണ് തോൽവിക്ക് കാരണം എന്നുള്ളതൊക്കെ വെട്ടിത്തിരുത്തി വൃത്തിയായി അതെല്ലാം മാച്ചു കളഞ്ഞ് വേറൊരു കരട് രൂപരേഖയുണ്ടാക്കി താഴെ കീഴ്ഘടകങ്ങളിലേക്ക് പാർട്ടി അയച്ചു. അതായത് അതിൽ പറഞ്ഞിരുന്നത് പാർട്ടി തോറ്റു എന്നുള്ളത് ശരിയാണോ? അത് P. രാജീവിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തോറ്റു എന്നല്ല, ഇടയ്ക്ക് ചില കൊടുക്കൽ വാങ്ങലുകൾ, എനിക്കത് പറയാൻ അറിയില്ല, എനിക്ക് താത്വികമായ വശങ്ങൾ സംസാരിക്കാൻ അറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. എങ്കിലും തോറ്റു എന്നവർ സമ്മതിച്ചു. പക്ഷേ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം നേതൃത്വത്തിനാണ്. അതെ, പാർട്ടിയുടെ ഉത്തരവാദിത്വം പാർട്ടിക്കാണ്, അല്ലാണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കൾക്കല്ല. നേതൃത്വത്തിൻ്റെ കൂട്ടായ്മയ്ക്കാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്, പാർട്ടിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഈ നേതാക്കളില്ലാതെ പാർട്ടി എങ്ങനെ ഉണ്ടാവുന്നു? ഈ പാർട്ടിയെ നയിക്കുന്ന നേതൃത്വത്തിനല്ലാതെ പാർട്ടിക്കാണ് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതെന്തുവാട്ടെ, താഴെ തട്ടിലേക്ക് അങ്ങനെ ആ കുറിമാനം വിട്ടു. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ നീങ്ങണം. ഇപ്പോൾ പാലക്കാട് DYFIയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നു. 25, 26, 27 തീയതികളിലായിട്ട് ആണ്. ഇന്ന് സമാപനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ DYFIയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ആ CPMൻ്റെ യുവജന വിഭാഗം എന്ന് പറയുന്ന അവരിൽ നിന്ന് ഉയർന്നു കേട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സമ്മേളനം അംഗീകരിച്ച കാര്യങ്ങൾ, പാർട്ടിയുടെ ദയനീയമായ തോൽവിക്ക് കാരണക്കാരൻ പിണറായി വിജയൻ, MV ഗോവിന്ദൻ എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് പാർട്ടിക്ക് 100 അണികളെ നഷ്ടപ്പെടും എന്നൊക്കെ തന്നെയാണ് അവലോകന യോഗങ്ങളിൽ പറയപ്പെട്ടത്. DYFIയുടെ അവലോകന യോഗങ്ങളിലല്ല, സംസ്ഥാന സമിതിയിൽ ഒക്കെ എത്തിയ ഈ ബ്രാഞ്ച് തലത്തിൽ ഏരിയ കമ്മിറ്റിയിൽ ഉയർന്നു കേട്ടതാണ്. DYFIയുടെ യോഗത്തിൽ പറഞ്ഞത് പാർട്ടിയുടെ തോൽവിക്ക് കാരണക്കാരൻ പിണറായി വിജയനും MV ഗോവിന്ദനും തന്നെയാണ്. ജനങ്ങളിൽ നിന്ന് അവരകന്നുപോയി. പിണറായി വിജയൻ ആധുനിക കാലത്തിന് ചേരാത്ത രീതിയിലുള്ള സംസാരവും പെരുമാറ്റ രീതിയും വെച്ചു പുലർത്തി. മാത്രമല്ല തളിപ്പറമ്പിലും പയ്യന്നൂരിലുമെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് വലിയ തെറ്റുപറ്റി.
സ്വജനപക്ഷപാതം കാട്ടി ബന്ധുത്വ നിയമനം പോലെ സ്ഥാനാർത്ഥികളെ അവിടെ നിയമിച്ചത് വലിയ പരാജയം പറ്റി. മാത്രമല്ല UDF-ലേത് എന്നതുപോലെ തന്നെ മത്സര രംഗത്ത് യുവജനങ്ങളെ പരീക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രാതിനിധ്യം കൊടുക്കുന്നതിൽ CPM വലിയ പരാജയമാണ് ഈ കാര്യത്തിൽ കാണിച്ചത്. അതുപോലെ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പാർട്ടി നേതൃത്വത്തിന്, അതായത് പിണറായി വിജയൻ MP ഗോവിന്ദനെതിരെ ആഞ്ഞടിക്കുന്ന തരത്തിലാണ് DYFI ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒന്ന് ഈ പറഞ്ഞ പോലെ CPM-ന് വിവരമില്ല എന്നുള്ളതറിയാം. അവരെ യുവജന സംഘടനയായ DYFI-ക്കെങ്കിലും കുറച്ചെങ്കിലും ഈ വിഷയത്തിലൊരു പൊതുബോധം ഉണ്ടായത് നന്നായി എന്ന് വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പറഞ്ഞ പോലെ DYFI പറഞ്ഞ പല കാര്യങ്ങളോടും നമുക്ക് പൂർണ്ണമായിട്ട് യോജിപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ എല്ലാ കാലത്തും CPM-ൻ്റെ പ്രത്യേകത പുതുമുഖങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കും. ഇപ്പോൾ നമ്മൾ ശൈലജ ടീച്ചറുടെ കാര്യത്തിലായാലും മന്ത്രിസ്ഥാനത്ത് വരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വന്നതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ. അത് വലിയ തരത്തിൽ വിജയമാവുകയും ചെയ്തു. കാരണം എല്ലാ ആൾക്കാരും പുതിയ ആളുകൾ വേണമെന്ന് പറയുന്നു. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴും പറഞ്ഞത്, പല ആൾക്കാരും ഒഴിവാക്കാൻ കാരണം പറഞ്ഞത് പുതുമുഖങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നാണ്. കഴിഞ്ഞ വേണ്ട സ്ഥാനമാനങ്ങളില്ല എന്നുള്ളതാണ്. ഞാനടക്കത് വലിയ രീതിയിലാണ് കണ്ടത്. കാരണം കോൺഗ്രസിലൊക്കെ എപ്പോഴും ഈ പറഞ്ഞ പോലെ മാറ്റം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം കഴിയുമ്പോഴും പാർട്ടിക്കാരും മാറണം, പുതുമുഖങ്ങളും വീണ്ടും വരട്ടെ. കാരണം വലിയ തരത്തിലുള്ള ഒരു വിപ്ലവകരം റവല്യൂഷനായിട്ട് ഞാനൊക്കെ ഇതിൽ കണ്ടത്. പക്ഷേ പിന്നീട് മനസ്സിലായി ഇത് അങ്ങനെയൊന്നുമല്ല, പേരിന് മാത്രമാണ് സാധനം എന്നുള്ളതും ഇതിലും നന്നായി യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നത് ലീഗും കോൺഗ്രസും മറ്റ് പാർട്ടികളൊക്കെ തന്നെയാണെന്നുള്ളത്. ഈവൻ RSP പോലും അവർക്ക് ഈ പറഞ്ഞ പോലെ അവരെ യുവജന സംഘടനയിൽ നിന്നൊരു MLA ഉണ്ടാക്കി ഇരവിപുരത്ത്. അപ്പം ഇത്തരത്തിൽ എല്ലാ UDF-ൻ്റെ ഉള്ളിലത്തെ എല്ലാ ഘടകകക്ഷികളും അവരുടെ യൂത്തിൻ്റെ പ്രാതിനിധ്യം അല്ലാണ്ട് കൊണ്ടുവരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മറുവശത്ത് CPM എല്ലാ കാലത്തും പുതുമുഖങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അതിൽ ആരൊക്കെ ജയിപ്പിച്ചെടുക്കാൻ പറ്റി എന്നുള്ള വലിയ ചോദ്യചിഹ്നം ഇക്കുറി കടക്കുന്നുണ്ട്. മാത്രമല്ല തോൽക്കുന്ന ഉറപ്പുള്ള സീറ്റൊക്കെയാണ് അദ്ദേഹം പല ഈ DYFI-യുടെ പ്രവർത്തകർക്കും കൊടുത്തിട്ടുള്ളതും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് DYFI പ്രവർത്തകർ, ഞാൻ സാധ്യത കണ്ടായിരുന്നില്ലേ, ഒരു SFI പ്രവർത്തകൻ പറഞ്ഞത്, മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളതിന് ഉത്തരവാദികളല്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു കുറച്ച് യൂത്ത് വിഭാഗം ഉണ്ട് അവിടെ CPM-ൻ്റെ ഉള്ളിൽ. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ജനിച്ചപ്പോഴേ ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരാണ്. എന്തായാലും ഈ വിഷയത്തിൽ CPM-ന് കുറച്ച് ബോധോദയം ഉണ്ടായി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഇത് മാത്രമല്ല, പല കാര്യങ്ങളും CPM-ൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടി പല സ്ഥലങ്ങളിലും തോൽക്കാൻ കാരണം പിണറായി വിജയൻ്റെ ഏകാധിപത്യമായ സ്വഭാവം, അതേപോലെ തന്നെ MP ഗോവിന്ദൻ്റെ പെരുമാറ്റമൊക്കെയാണെന്നുള്ളത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളത്. പക്ഷേ എന്തായാലും പാർട്ടി നിന്നൊന്നും പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ള വലിയ സാധനം കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ DYFI എന്തൊക്കെ പറഞ്ഞാലും അത് എത്രത്തോളം CPM-നെ ഏൽക്കും എന്നുള്ളത്. ഇപ്പം DYFI പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടിയുടെ സംഘടനാ ശേഷി വളരെയധികം ഇല്ലാണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. മറുവശത്ത് CPM എന്ന് പറഞ്ഞത് പാർട്ടിയുടെ യുവജന സംഘടനകൾ വല്ലാണ്ട് ഇലക്ഷൻ സമയത്ത് രംഗത്ത് ഇറങ്ങിയില്ല എന്നുള്ളൊരു ആരോപണമാണ് CPM DYFIക്ക് നേരെ ഉന്നയിച്ചു വിട്ടത്. ഇപ്പോൾ DYFI CPM-നെ ഉന്നയിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. DYFIക്ക് വലിയ പ്രാതിനിധ്യം തന്നില്ല എന്നുള്ളതും യൂത്തിനെ വല്ലാണ്ട് ഇറക്കിയില്ല എന്നുള്ളതും, മറ്റെല്ലാ പാർട്ടികളും യൂത്തിന് വല്ലാതെ പ്രാതിനിധ്യം കൊടുക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലെ സ്വന്തം മുന്നണിയിൽ തങ്ങൾക്ക് ആർക്കും വലിയ തരത്തിലുള്ള പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ DYFI രംഗത്ത് വരുന്നത്. പരസ്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഒരു വിഴുപ്പലക്കാണ്. CPM-ഉം DYFI-യും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ല, ഇവിടെ ഒരു ആശ്വാസകരമായൊരു കാര്യമുണ്ട് ഫവാസെ. നേരത്തെ ഏതോ ഒരു കോൺഗ്രസ് നേതാവാണ് പറഞ്ഞിരുന്നത്, ഇവരെ ജിൻഡോ ജോൺ ആണെന്ന് എൻ്റെ ഓർമ്മ, ഇവിടെ നമ്മുടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇവരെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല. അതായത് ഇടതുപക്ഷ നേതാക്കന്മാരെയും സ്ഥാനാർത്ഥികളെയും തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവർ തോറ്റു എന്നത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വലിയ വിഷമമുള്ള കാര്യമാണ് എന്ന് ജിൻഡോ ജോൺ പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ അഭിമുഖം നടത്തുമ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായിരിക്കുന്നു, ഇവർ തോറ്റു എന്നുള്ളത് അവർ സമ്മതിച്ചിരിക്കുന്നു. തോൽവിയുടെ പിന്നാമ്പുറങ്ങളിൽ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ലളിതമായി എന്ന് പറയാൻ ബോബി കൊട്ടാരക്കര പറഞ്ഞതുപോലെ ഇവരത് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോഴും തിരുത്തേണ്ടവർ തിരുത്തും, മാറേണ്ടതെല്ലാം മാറും എന്ന് പറയുമ്പോൾ മാറേണ്ടവർ ഒരിക്കലും മാറില്ല, തിരുത്തേണ്ടതൊന്നും തിരുത്തില്ല എന്ന സന്ദേശം തന്നെയാണ് CPM-ൻ്റെ നേതൃത്വം ഇപ്പോൾ താഴെത്തട്ടിലേക്ക് അവർ കൊടുത്തിരിക്കുന്ന ആ തിട്ടൂരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന. കാരണം നേതാക്കൾക്ക് ഏതെങ്കിലും നേതാക്കളെ കോർണർ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പാപഭാരം അവരുടെ തലയിലിടാൻ നോക്കണ്ട. എല്ലാവർക്കും കൂട്ടായൊരു ഉത്തരവാദിത്വമാണ്. നേതൃത്വത്തിന് അല്ല, പാർട്ടിക്കാണ് ഇവിടെ പരാജയം സംഭവിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് അതിൻ്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടതില്ല. ഏതെങ്കിലും നേതാക്കൾക്കല്ല എന്ന് വസ്തുനിഷ്ഠമായി പറയുമ്പോൾ
പിണറായിക്കും MV ഗോവിന്ദനും ഒന്നുമല്ല തെറ്റുപറ്റിയത്, ഈ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും ഈ പാർട്ടിയുടെ ഭാഗമല്ലേ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലാണ് ഇവരുടെ സംസാരം. എന്തായാലും ഡിവൈഎഫ്ഐ കാര്യങ്ങളെല്ലാം പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എത്രത്തോളം അത് പാർട്ടിക്ക് ഏൽക്കും എന്നുള്ള വലിയ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ഏരിയ കമ്മിറ്റി നടന്നപ്പോഴും ലോക്കൽ കമ്മിറ്റി നടന്നപ്പോഴും ജില്ലാ കമ്മിറ്റി നടന്നപ്പോഴും പല ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ നടന്നിട്ടുണ്ട്. ഏതൊരു ഏരിയ പാറശാല ഏരിയ കമ്മിറ്റിയിട്ട് തോന്നുന്നു പിണറായി വിജയനെ മാൻഡ്രേക്ക് എന്ന് ഉപമിച്ചതും MV ഗോവിന്ദനെതിരെ പരസ്യമായി പറഞ്ഞത് പലതരത്തിലുള്ള ആരോപണങ്ങൾ. ഏതൊരാൾ പറഞ്ഞത് പിണറായി വിജയൻ MLA ആവാൻ പോലും യോഗ്യനല്ല എന്നുള്ള തരത്തിലടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പാറശാല ഏരിയ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നടക്കുമ്പോൾ നമ്മുടെ അറിയാലോ, തിരുവാതിര ഇനി കേരളം ഭരിക്കും കാരണഭൂതം എന്നുള്ള പാട്ടൊക്കെ അവതരിപ്പിച്ചത് അവരാണ് കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള അവരാണ് അത് പറഞ്ഞത്. പിണറായി വിജയനെ വാഴ്ത്തിയവർ തന്നെയാണ് ഇപ്പോൾ വീഴ്ത്തുപാട്ടുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരടക്കം പറഞ്ഞത് അദ്ദേഹത്തിന് MLA ആവാൻ പോലും യോഗ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പറഞ്ഞ വ്യക്തി MLA സ്ഥാനം വരെ രാജിവെക്കണം എന്ന് പറഞ്ഞു. വെക്കണം എന്ന് പറഞ്ഞത്. അപ്പം ആ പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്. പ്രായാർദ്ധിക്യം ഒരു വശത്ത്, മറുവശത്ത് പാർട്ടിയെ തോൽപ്പിച്ച ഒരു വ്യക്തി, മുന്നണിയെ ഇല്ലാണ്ടാക്കിയ ഒരു വ്യക്തി, CPIക്ക് പുല്ലുവില കൊടുത്തൊരു പാർട്ടി, ഇത്തരത്തിൽ എല്ലാ കാര്യവും സമന്വയിപ്പിച്ച നേതാവ് ആരാന്ന് വെച്ചാൽ അത് പിണറായി വിജയനാണ്. അല്ല, അപ്പോൾ അവസാനം ഞാൻ ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് കരുതരുത്. ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ചോദിക്കുകയാണ്. ഇത്രത്തോളം വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ വിമർശനങ്ങളെ ഇവർ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കേരളത്തിന് മനസ്സിലായി. പക്ഷേ ഇവിടെ ഈ DYFIക്കാർ പറയുന്നൊരു കാര്യം, നിങ്ങളെ ഇനി ഇതിൻ്റെ നേതൃസ്ഥാനത്ത് ആവശ്യമില്ല എന്നൊരു സന്ദേശമല്ലേ അവർ ആ വാക്കുകളിലൂടെ കൊടുക്കുന്നത്? നിങ്ങളിനി പാർട്ടിയുടെ തലപ്പത്ത് വേണ്ട, നിങ്ങൾ വിശ്രമ ജീവിതം നയിക്കൂ, കഴിവുള്ള മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ള സന്ദേശം തന്നെയല്ലേ ഇവരുടെ വാക്കുകളിലുള്ളത്? ഈ CPMൻ്റെ പ്രത്യേകിച്ച് അവരുടെ യുവജന സംഘടനകളിൽ CPM പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്ക് പുറത്ത് എന്നുള്ളത് നേരിട്ട് പറയുന്നതിന് പകരം അത് എന്താ പറയുക, അങ്ങനെ നമ്മൾ ചുറ്റിപ്പിടിക്കാന്ന് പറയില്ല, ആ രീതിയിൽ പറയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവരുടെ ഈ പറഞ്ഞതൊക്കെ നേരിട്ട് പിണറായി വിജയനോട് എടോ തനിക്കിനി അതിൽ ഇരിക്കാൻ അർഹതല്ല, താൻ ഇറങ്ങിപ്പോണം എന്ന് പറയുന്നത്, കടക്ക് പുറത്ത് ഇറങ്ങിപ്പോകൂ, ആ സാധനം ചുരുക്കി പറഞ്ഞാൽ മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. പക്ഷേ പിണറായി വിജയന് മനസ്സിലാവും അത് എനിക്കെതിരെയാണ് ആ അമ്പ് വിട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ പറയാണ്ട് അവർ പറയുന്നത് CPM തോറ്റു, പാർട്ടി തോറ്റു, പാർട്ടികളിൽ അച്ചടക്ക നടപടികൾ കൃത്യമായിട്ട് നടക്കുന്നില്ല, പാർട്ടിക്കുള്ളിൽ പല ആൾക്കാരും തെറ്റിപ്പോകുന്നു, ഇത്തരത്തിലൊക്കെ പറയുമ്പം അത് ആരിലേട്ടാണ് കൈ ചൂണ്ടുന്നത് എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അത് നേരിട്ട് പറഞ്ഞാൽ മതി. പിണറായി വിജയ താൻ കാരണമാണ് പാർട്ടി തോറ്റത് എന്നുള്ളതും തനിക്ക് ഇനി ആ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കാൻ അർഹത ഇല്ല എന്നുള്ളതും താൻ എത്രയും പെട്ടെന്ന് ആ സ്ഥാനം ഒഴിയണം എന്നുള്ളതും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. പക്ഷെ അത് DYFIയോ CPIയോ ആരും പറയില്ല എന്നുള്ളത്. അതിനുള്ള ചങ്കൂറ്റമോ ധൈര്യമോ ഇപ്പോഴും ആർക്കും ആ പാർട്ടിയിലോ അല്ലെങ്കിൽ അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾക്കോ അല്ലെങ്കിൽ യുവജന സംഘടനകൾക്കോ പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ട് സംസാരിക്കാൻ പറ്റിയ ഒരാളുമില്ല. എനിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർക്കെതിരെ, ഇപ്പം തന്നെ സതീഷിനെതിരെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ വിരൽ ചൂണ്ടാറുണ്ട്. അതാണ് ഏറ്റവും നല്ലൊരു ജനാധിപത്യം. ആരും വിമർശനാതീതരല്ലോ. ജനാധിപത്യ സ്വഭാവം പുലരണമെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായത്തിന് സ്വരത്തിന് വില കൊടുക്കണമല്ലോ. UDFിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേഡർ എന്നുള്ളത് പലപ്പോഴും നല്ല വശമുണ്ട്, അതിൽ മോശം വശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ പാർട്ടി പെട്ടെന്ന് അധപ്പതിച്ച് അധമഭാവ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും കഴിയാത്തൊരു പ്രക്രിയയായി മാറും. കാരണം ആരും വിമർശിക്കുന്നില്ല. വിമർശിക്കാത്തതോളം ഇവർ വിചാരിക്കും ഓക്കെ ഞങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ്. ആ ചിന്ത നീണ്ടു പോയി അവസാനം ഏറ്റവും വലിയ തോൽവിയിലോട്ട് എത്തുമ്പോഴായിരിക്കും പാർട്ടി മനസ്സിലാവുക പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളത്. ഇനി അതിന്ന് കരകയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അവർക്കുള്ള പ്രത്യേകതയും അത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ മുന്നണിയിൽ നിന്നോ അല്ലെങ്കിൽ നേതാക്കന്മാരെ വ്യതിചലിച്ച് കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ VM സുധീരനെ പോലത്തെ പല നേതാക്കന്മാരും എഴുന്നേറ്റ് വരും. അവർ കാര്യങ്ങൾ കൃത്യമായി പറയും. അതിനുശേഷം ആ വിഷയത്തിൽ അവർ യൂട്ടേൺ തെറ്റ് പറ്റാത്തവരാരായിട്ടില്ല. തെറ്റ് പറ്റി കഴിഞ്ഞാൽ യൂട്ടേൺ എടുക്കുക എന്നുള്ളത് സ്വാഭാവികമായൊരു വലിയൊരു മാന്യതയാണ്. അത് തെറ്റുപറ്റാത്ത ഒരു മനുഷ്യ സഹജമാണ് തെറ്റ് സംഭവിക്കുക. അത് തിരിച്ചറിഞ്ഞ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറ്റാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് ക്ഷമ പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളതൊരു മാന്യതയാണ്. അത് വലിയൊരു ഗുണം തന്നെയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ജനാധിപത്യം പുലരുന്നു, ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഫ്രീ സ്പീച്ചിനുള്ള ഇടമാണ് അല്ലേ? അപ്പോൾ ആ ഫ്രീ സ്പീച്ചിനുള്ള ഇടം ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എന്ത് ജനാധിപത്യം ഉള്ളത്? ഇത് തന്നെയാണ് CPMൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CPMൻ്റെ
നേതൃത്വ നിരയിൽ ഉണ്ടായിരിക്കുന്ന അപജയങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാണിച്ച് തിരുത്തണം, അല്ലെങ്കിൽ ഇനി നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യബോധം ഉൾക്കൊള്ളാൻ ഇവർക്ക് പറ്റുന്നില്ല. ആ റിയാലിറ്റി ഇവർ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു ഉപദേശം DYFI കൊടുക്കുമ്പോഴും പിണറായി വിജയൻ അത് സ്വീകരിക്കുമോ എന്നുള്ള വലിയ ചോദ്യത്തിനോട് കിടക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ ക്ലിയറാണ്, CPM ഒരു വശത്ത്, പിണറായി വിജയൻ മറ്റൊരു വശത്ത്, DYFI മറ്റൊരു വശത്ത്, SFI മറ്റൊരു വശത്ത്, അതിനിടയിൽ മുന്നണിയായ CPI വേറൊരു വശത്ത് നിൽക്കുന്നു. ഇത്തരത്തിൽ എല്ലാം കൊണ്ടും അശാന്തിയുടെ പർവ്വത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാം. ആഞ്ഞടിക്കാൻ പോകുന്നൊരു ചുഴലി വരുന്നുണ്ട്. അതിന് മുമ്പുള്ള ഒരു ശാന്തതയായിട്ട് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തെ കണക്കിലെടുക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും നേതാവ് തിരി കൊളുത്തിയാൽ മതി, പിന്നെ അതങ്ങനെ ആള് പടർന്നുള്ള സാധനം. ആ ഒരു കൊടുങ്കാറ്റിൽ പണ്ട് വയലാറ് എഴുതിയൊരു പാട്ടുണ്ട്, ദൈവപുത്രന് വീതിയൊരുക്കാൻ സ്നാപക യോഹന്നാൻ വന്നു. ആ ഒരു പാട്ടിൽ പറയുന്നുണ്ട്, എന്താണ്, അന്ന് ചക്രവാളം തൊട്ട് ചക്രവാളം വരെ ശബ്ദക്കൊടുങ്കാറ്റ് ഉയർന്നു, ആ കൊടുങ്കാറ്റിൽ തകർന്നടിയാത്ത രത്നസിംഹാസനങ്ങളില്ല, ചക്രവർത്തി പദമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വയലാർ മനോഹരമായിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൽ പറയുന്ന പോലെ ഇനി വരാൻ പോകുന്ന ഈ വിപ്ലവ കൊടുങ്കാറ്റിൽ തകർന്നടിയാത്ത രത്നസിംഹാസനങ്ങളോ ചക്രവർത്തി പദങ്ങളോ CPM അവശേഷിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.